ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് ഫ്രൈയും അതുപോലെ തൈര് സാദമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യം തൈര് സാദം ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ പച്ചരി കൊണ്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ജീരകശാല അരി കൊണ്ടുണ്ടാക്കാം. ജീരകശാല അരിയാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി ഇതിന് കിട്ടും. ഞാനിപ്പോൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ചോറിനെടുക്കുന്ന ആ പച്ചരി തന്നെയാണ്. ഈ പച്ചരി 1 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കറിലാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് ഒരു 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേവിച്ചെടുക്കുക. സാധാരണ വേവിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടി കൂടുതൽ നേരം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം, കൂടുതൽ വേവണം. പക്ഷേ വെന്ത് കുഴഞ്ഞു പോകരുത്, പേസ്റ്റ് പോലെ ഒന്നും ആവരുത്. ഇപ്പോൾ പലർക്കും കുക്കറിൽ വറ്റിച്ച് ചോറ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ചോറ് സാധാരണ കൂടുതൽ വെള്ളം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കുക. സാധാരണ ചോറ് വേവിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ട് വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതി, വാർത്തെടുത്താൽ മതി കേട്ടോ. കുക്കറിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കൂടുതൽ നേരം നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഈ ചോറ് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ചെറിയ ചൂടോട് കൂടി ഉടയ്ക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. കുറച്ച് ആവശ്യത്തിന് ഞാൻ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടിയും ചേർത്തിട്ടാണ് ഇത് ഉടച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് ഉടച്ചെടുക്കണം. നമ്മൾ തൈര് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ തൈര് സാദത്തിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതിന് പിന്നെ കുറച്ചൊരു പുളി ഉണ്ടാവും. തൈര് സാദം അധികം പുളി ഇല്ലാതെയാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് പുറത്തൊക്കെ ട്രെയിൻ യാത്രയിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ പാല് കൂടുതലും തൈര് 1 സ്പൂണൊക്കെ ചേർക്കാവൂ. പിന്നെ അത് തൈര് നന്നായിട്ട് അത് പുളിച്ചിട്ട് കറക്റ്റ് പാകത്തിനായിക്കോളും. അപ്പോൾ തൈര് 1 സ്പൂണൊക്കെ ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ വീട്ടിൽ കഴിക്കാനാണ്, അത് കാരണം തൈര് ഒരു 1/2 കപ്പോളം തൈര് ചേർത്തിട്ടുണ്ട്. തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് ചെറിയൊരു ലൂസായിട്ടുള്ള പരുവായിരിക്കണം. കാരണം ഇത് പച്ചരിയല്ലേ യൂസ് ചെയ്യുന്നത്. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ ഉണ്ടാക്കണം. പിന്നെ കറക്റ്റായിട്ട് ആ തൈരിൻ്റെയും പാലിൻ്റെയും അളവ് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തരും ഉപയോഗിക്കുന്ന തൈരിൻ്റെ ആ പുളിയുടെ വ്യത്യാസത്തിനനുസരിച്ച് ഒഴിക്കുന്ന പാലിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ തൈരിൻ്റെ പുളി കൂടുതലാണെങ്കിൽ അപ്പോൾ കുറച്ച് തൈരും ഒഴിച്ചിട്ട് കൂടുതൽ പാലൊഴിക്കുക. തൈരിൻ്റെ പുളി കുറവാണെങ്കിൽ തൈര് കൂടുതൽ ഒഴിക്കുക, എന്നിട്ട് പാൽ കുറച്ച് ഒഴിച്ചാൽ മതി. ആ ഒരു രീതിയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ചോറ് നന്നായിട്ട് ചൂടാറി നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് തൈര് ഒഴിക്കാവൂ, അല്ലെങ്കിൽ മോരായാലും ഒഴിക്കാവൂ. ചൂടോട് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ദോഷമാണ് ആരോഗ്യത്തിന്. അപ്പോൾ ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇടുക. 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് തൈരുമുളകാണ്, കൊണ്ടാട്ടമുളക്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ തൈര് സാദത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതും കൂടിയും ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. തൈരുമുളകും മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം കേട്ടോ. പിന്നെ ഒരു നുള്ളു കായം ചേർക്കണം. അത് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവില്ല, പക്ഷെ ഒരു നുള്ളു കായം ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ കായം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അതിൻ്റെ വേറെ ടേസ്റ്റൊന്നും അറിയാൻ പാടില്ല. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റാദ്യം ചേർക്കാറുണ്ട്. പച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് തൈര് ചേർത്തിട്ട് ഉടയ്ക്കുമ്പോൾ ആ സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ കേട്ടോ. അധികം നേരം ഒന്നും ഇട്ടിട്ട് വഴറ്റാൻ പാടില്ല. കുറച്ച് നേരം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, ഒരു 10 സെക്കൻഡ്. എന്നിട്ട് ഇതിലേക്ക് കറിയിലേക്ക് ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയാണ്. ഇത് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഫ്രഷ് ആയത് ചേർക്കുകയാണ്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഞാൻ മാതളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, അധികം പുളി ഉണ്ടാവാൻ പാടില്ല തൈര് സാദത്തിൽ.
അപ്പോൾ നോക്കൂ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ഇങ്ങനെ ലൂസായിട്ടിരിക്കണം, അങ്ങനെ ടൈറ്റായിട്ട് ആവരുത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വല്ലാതെ കട്ടി പോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് പാലും കുറച്ചും കൂടി തൈരും അതിനനുസരിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമാണ്. ഇനി പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 7 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുക. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് കുഴഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലും വേവിക്കാവുന്നതാണ്. കുക്കറിലാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ ഇതാ അത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ മതി. പക്ഷേ നെയ്യും കൂടിയും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കണ കടലപ്പരിപ്പ്, അല്ലെങ്കിൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കില്ലേ ആ കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ് അല്ല കേട്ടോ. ഇനി ഒരു കഷ്ണം കായം കൂടിയും ചേർക്കുക. കായം കൂടി ഒന്ന് മൂപ്പിക്കുക. എണ്ണയിൽ ആദ്യം കായം ചേർത്തതിൻ്റെ ശേഷം പരിപ്പ് ചേർത്താൽ മതി കേട്ടോ. ഈ പരിപ്പും കായും ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 ഉണക്കമുളക് ചേർക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം. കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് എരിവുള്ള മുളകുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇത് 4ഉം കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് തണുത്ത് വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത്രേ വേണ്ടൂ. അപ്പോൾ മസാല വറുത്ത ബാക്കി ആ എണ്ണയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പ് ഇടുക. അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഒരു ഫിൽറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ വെള്ളമൊക്കെ പോയിട്ട് ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും. വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കരുത്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരുന്നത്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പം നമുക്ക് ആവശ്യമായുള്ള രീതിയിൽ അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഈ പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് ആ ടേസ്റ്റിന് വേണ്ടത് വെച്ചാൽ അത്ര ചേർക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു 1/2 സ്പൂൺ 1 സ്പൂണൊക്കെ ബാക്കി വരും. അപ്പോൾ അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ എടുത്താലും മതി ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈയും റെഡി ആയിരിക്കുന്നു. ഇതിപ്പോൾ തൈര് സാദത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ മോരൊഴിച്ച കൂട്ടാൻ പുളിശ്ശേരിയൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.